ട്രിവാൻഡ്രം മുതൽ ലോകമാന്യ തിലക് വരെയുള്ള നേത്രാവതി എക്സ്പ്രസ്സിലാണ് എൻ്റെ ആദ്യ മുംബൈ യാത്ര. രാവിലെ കൃത്യം 8:45 തന്നെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 9:15 പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 163-46 നേത്രാവതി എക്സ്പ്രസ്സാണ് ലക്ഷ്യം. ഇൻഫർമേഷൻ ബോർഡിൽ കൃത്യസമയം തന്നെയാണ് കാണിക്കുന്നത്. പ്ലാറ്റ്ഫോം 3-ലാണ് ട്രെയിൻ വരുന്നത്. ട്രിവാൻഡ്രം മുംബൈ റൂട്ടിൽ ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനാണ് നേത്രാവതി. കൊങ്കൺ റെയിൽവേ പാത വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. കേരളത്തിൽ നിന്ന് മുംബൈയിലേക്കുള്ള എളുപ്പ വഴിയാണിത്. ആലപ്പുഴ, എറണാകുളം, ബൈന്ദൂർ മൂകാംബിക, ഗോവ തുടങ്ങിയ വിനോദസഞ്ചാര തീർത്ഥാടന പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ വഴിയാണ് ഈ ട്രെയിൻ യാത്ര. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്ക് ആശ്രയിക്കാവുന്ന ഒരു ട്രെയിൻ കൂടിയാണ് നേത്രാവതി. 5 പേരടങ്ങുന്ന കസിൻസിൻ്റെ ഒരു സംഘമായാണ് ഞങ്ങളുടെ മുംബൈ യാത്ര. ട്രെയിൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടങ്ങി. ഏകദേശം 32 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്ര. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. എന്തൊക്കെ പുതിയ അനുഭവങ്ങളാകും ഈ മുംബൈ യാത്ര സമ്മാനിക്കുക എന്നാലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഇതിനിടയിൽ ട്രെയിൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ കടന്നു. മുംബൈ, ഇന്ത്യയുടെ മാസ്മരിക നഗരം, എല്ലാം തികഞ്ഞ നഗരം എന്ന് വേണമെങ്കിൽ മുംബൈയെ വിശേഷിപ്പിക്കാം. 1,30,00,000-ലധികം ആളുകൾ വസിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളതും ഏറ്റവും ജനസാന്ദ്രതയുമുള്ളതുമായ നഗരമാണ് മുംബൈ. ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം, ഒരിക്കലും ഉറങ്ങാത്ത നഗരം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം തുടങ്ങി ഒരുപാട് വിശേഷണങ്ങളുണ്ട് മുംബൈക്ക്. മുംബൈ തുറമുഖത്തിലൂടെയാണ് ഇന്ത്യയിലെ 50% ചരക്ക് ഗതാഗതവും നടക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയും പല ഇന്ത്യൻ കമ്പനികളുടെ കോർപ്പറേറ്റ് ആസ്ഥാന മന്ദിരങ്ങളും മുംബൈയിലാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായമായ ബോളിവുഡും മുംബൈയിലാണ്. ട്രെയിൻ വടകര സ്റ്റേഷനിൽ എത്തി. സമയം ഏകദേശം 6:30 കഴിഞ്ഞു. ഇനിയും ഏകദേശം 4.5 മണിക്കൂർ സമയമെടുക്കും ട്രെയിൻ കേരള അതിർത്തി കടക്കാൻ. ഇതിനിടയിൽ വിശന്ന് കുടലുകരിഞ്ഞ എൻ്റെ കസിൻ സുമിച്ചേച്ചി വടകരയിൽ നിന്നും വാങ്ങിയ കിണ്ണത്തപ്പം പൊട്ടിച്ച് അകത്താക്കാനുള്ള ശ്രമത്തിലാണ്. സമയം ഏതാണ്ട് 11 മണിയോട് അടുപ്പിച്ചായി. ട്രെയിൻ മംഗലാപുരം ജംഗ്ഷൻ കഴിഞ്ഞു. ഞാൻ രാത്രി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി. നേരം വെളുത്ത് കാണുന്ന ആദ്യത്തെ കാഴ്ച സുമിച്ചേച്ചിയുടെ ഭർത്താവ് കണ്ണൻ ചേട്ടൻ്റെ അനന്തശയനം കിടത്തമാണ്. മൊബൈലിൽ റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വാർത്ത കേൾക്കാൻ പറ്റാത്തതിൻ്റെ ദുഃഖത്തിൽ ഉറങ്ങുകയാണ് പാവം. എങ്ങാനും റേഞ്ച് വന്നാൽ ഉടനെ ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ തന്നെ മൊബൈൽ പിടിച്ചിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേയിൽ കൂടിയുള്ള ട്രെയിനിൻ്റെ യാത്ര തുടരുന്നു. മഹാരാഷ്ട്രയിലെ റോഹയെയും കർണാടകത്തിലെ മംഗലാപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 738 കിലോമീറ്റർ റെയിൽ പാതയാണ് കൊങ്കൺ റെയിൽവേ. കേരളം, കർണാടകം, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ കൊങ്കൺ റെയിൽവേ പദ്ധതിയിൽ പങ്കാളികളാണ്. കേരളം, മംഗലാപുരം, ഗോവ എന്നിവിടങ്ങളിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രാ ദൂരം ഗണ്യമായി കുറയ്ക്കാൻ കൊങ്കൺ റെയിൽവേക്കായി.
91 തുരങ്കങ്ങളും 1858 പാലങ്ങളും കൊങ്കൺ പാതയിലുണ്ട്. 6.5 കിലോമീറ്റർ നീളമുള്ള കർബുഡെ തുരങ്കമാണ് കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. നവി മുംബൈയിലെ ഭേലാപൂർ ഭവനാണ് കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം. കേരളത്തിൽ നിന്നുള്ള രാജധാനി, തുരന്തോ, നേത്രാവതി, മംഗള ലക്ഷദ്വീപ്, സമ്പർക്ക് ക്രാന്തി, മുരുസാഗർ തുടങ്ങിയ ട്രെയിനുകൾ കൊങ്കൺ റെയിൽവേ വഴിയാണ് ഓടുന്നത്. ട്രെയിൻ താനെ റെയിൽവേ സ്റ്റേഷനിൽ കൂടി കടന്നു പോവുകയാണ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് താനെ റെയിൽവേ സ്റ്റേഷൻ. 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് നടത്തുന്നത്. മുംബൈയിലെ CST മുതൽ താനെ വരെയുള്ള 34 കിലോമീറ്റർ ആയിരുന്നു ആ യാത്ര. ഒടുവിൽ ഞങ്ങൾ ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഏകദേശം 20 കിലോമീറ്ററോളം ദൂരമുണ്ട് ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ താമസിക്കുന്ന ഗ്രാൻഡ് റോഡിലെ ഹോട്ടലിലേക്ക്. വളരെ പഴയ കെട്ടിടങ്ങളാണ് റോഡിൻ്റെ ഇരുവശത്തും കാണാൻ സാധിക്കുന്നത്. മുംബൈയിൽ കൂടുതലും ടാക്സിയായി ഓടുന്നത് ഹുണ്ടായി സാൻഡ്രോയും മാരുതിയുടെ ഒമിനിയുമാണ്. അങ്ങനെ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിന് മുന്നിലെത്തി. ഇനി അടുത്ത കാഴ്ചകൾ നാളെ കാണാം. മുംബൈ നഗരത്തിലൂടെയുള്ള രണ്ടാമത്തെ ദിവസത്തെ യാത്ര. ഇന്നത്തെ യാത്ര മുംബൈ പ്രഭാദേവിയിലുള്ള പ്രശസ്ത ക്ഷേത്രമായ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്കാണ്. 1801 ലക്ഷ്മൺ വിധു, ദേവുഭായ് പാട്ടീൽ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ക്ഷേത്രം മുംബൈയിലെ അതിസമ്പന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾ താമസിക്കുന്ന ഗ്രാൻഡ് റോഡിൽ നിന്നും സബർബൻ ട്രെയിനിൽ ദാദറിൽ ഇറങ്ങി അവിടെ നിന്ന് ഷെയർ ടാക്സിയിലാണ് സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്ക് പോകാൻ. ദാദറിൽ ഇറങ്ങിയപ്പോൾ നല്ല തിരക്കാണ്. ഷെയർ ടാക്സിക്കും ഇലക്ട്രിക് ബസ്സിനും പോകാനായി നിൽക്കുന്നവരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതികഠിനമായ ചൂട്. കേരളത്തിലെ അത്രയും ചൂടുണ്ടെങ്കിലും ഹ്യൂമിഡിറ്റി ഇല്ലാത്തത് കാരണം നാട്ടിലെ അത്രയും വിയർക്കുന്നില്ല. ഈ കാഴ്ച എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ആരും ക്യൂ നിന്ന് ഒരു വണ്ടിയിലും കയറില്ല. എല്ലാവരും കൃത്യമായി വരിവരിയായി തന്നെ നിന്ന് വണ്ടിയിൽ കയറുന്നു. ആരും ഇടയ്ക്ക് വെച്ച് കയറുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കില്ല. ക്യൂ നിന്ന് ഒടുവിൽ ഞങ്ങൾക്കും കിട്ടി ഒരു ഷെയർ ടാക്സി. ഏകദേശം 3 കിലോമീറ്ററോളമുണ്ട് ദാദറിൽ നിന്നും സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്ക്. ഒരുപാട് രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളും ബിസിനസ്സുകാരുമൊക്കെ വരുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് സിദ്ധിവിനായക ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ സിദ്ധിവിനായക ക്ഷേത്രത്തിലെത്തി. ഭക്തർക്ക് സർവസിദ്ധി പ്രദാനം ചെയ്യുന്ന സിദ്ധിവിനായകനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ചെറിയൊരു മണ്ഡപത്തിലാണ് സിദ്ധിവിനായകൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മണ്ഡപത്തിലേക്കുള്ള വാതിലിൽ ഗണപതിയുടെ 8 രൂപങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ മേൽക്കൂരയുടെ ഉൾഭാഗം സ്വർണത്തിലാണ് പണിതീർത്തിരിക്കുന്നത്. സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങളുടെ അടുത്ത യാത്ര മഹാലക്ഷ്മിയിലെ ഭുലാഭായ് ദേശായി റോഡിലുള്ള ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്കാണ്. സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് ദാദറിലെത്തി അവിടെ നിന്നും മഹാലക്ഷ്മിയിലേക്ക് പോകുന്ന സബർബൻ ട്രെയിൻ കയറിയാണ് മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. മുംബൈയിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നായ മഹാലക്ഷ്മി ക്ഷേത്രം മുംബൈ നഗരത്തിൻ്റെ ഐശ്വര്യ ദേവതയായാണ് വിശ്വാസികൾ കരുതുന്നത്. ഇവിടെ മഹാലക്ഷ്മി പ്രധാന പ്രതിഷ്ഠയായും മഹാകാളി, മഹാസരസ്വതി എന്നിവർ ഇരുവശത്തുമായും കാണപ്പെടുന്നു.
ഞാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇനിയുള്ള യാത്ര. ഇതാണ് മുംബൈയിലെ പ്രശസ്തമായ മറൈൻ ഡ്രൈവ്. ദക്ഷിണ മുംബൈയിലെ നരിമാൻ പോയിന്റ് മുതൽ മലബാർ ഹിൽസ് വരെ സി ആകൃതിയിൽ ഏകദേശം 3.6 കിലോമീറ്റർ കടലിൻ്റെ അരികു ചേർന്ന് വളഞ്ഞു കിടക്കുന്നതാണ് മുംബൈയിലെ മറൈൻ ഡ്രൈവ്. പ്രശസ്തമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ്മഹൽ പാലസ് ഹോട്ടലുമാണ് ലക്ഷ്യം. ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും 1911 നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. 1911 നിർമ്മാണം ആരംഭിച്ച ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഉദ്ഘാടനം 1924 ഡിസംബർ 4 ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നേരെ എതിർവശമാണ് പ്രശസ്തമായ താജ്മഹൽ പാലസ് ഹോട്ടൽ. 2008 മുംബൈ ആക്രമണത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഈ ഹോട്ടൽ. ഇന്നത്തെ യാത്രയ്ക്കായി എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ യാത്ര മുംബൈയിലെ അവസാന ദിവസത്തെ യാത്ര കൂടിയാണ്. മുംബൈ തുറമുഖത്തിന് സമീപം അറബിക്കടലിലുള്ള പ്രശസ്തമായ എലിഫൻ്റ ദ്വീപിലെ ഗുഹാക്ഷേത്രമായ എലിഫൻ്റ കേവ്സിലേക്കാണ് ഇന്നത്തെ പ്രധാന യാത്ര. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ അകലെയാണ് എലിഫൻ്റ ദ്വീപ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും എലിഫൻ്റ കേവ്സിലേക്ക് പോകാൻ ബോട്ട് സർവീസ് ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ എടുക്കും യാത്ര. ഒരുപാട് ശില്പകലകൾ കൊണ്ട് പ്രശസ്തമാണ് എലിഫൻ്റ കേവ്സ്. ശിവൻ്റെ ആരാധകരുടേതാണ് ഈ ശില്പങ്ങൾ. അർദ്ധനാരീശ്വര പ്രതിമ, കല്യാണസുന്ദര ശിവൻ, കൈലാസമുയർത്തുന്ന രാവണൻ, അന്ധകാരമൂർത്തി, നടരാജൻ എന്നീ ശില്പങ്ങളാണ് പ്രധാന ആകർഷണങ്ങൾ. 1987 എലിഫൻ്റ കേവ്സ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി. കുറച്ചകലെയായി ഒരു കപ്പൽ കാണാം. ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതോ ഇറക്കുന്നതോ ആയ കപ്പലോ അതോ അതിൽ നിന്നും എണ്ണ മാറ്റുന്ന കപ്പലോ എന്തോ ആണെന്ന് തോന്നുന്നു. 1 മണിക്കൂറോളം എടുക്കും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും എലിഫൻ്റ കേവ്സിലേക്ക്. യാത്രാമധ്യേ ചെറുതും വലുതുമായ പലതരത്തിലുള്ള കപ്പലുകൾ കാണാൻ സാധിക്കും. അങ്ങകലെ കാണുന്നതാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു. മുംബൈയെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന 21.8 കിലോമീറ്റർ നീളമുള്ള ഒരു പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലവും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 12ാമത്തെ കടൽപ്പാലവുമാണിത്. നീണ്ട 1 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എലിഫൻ്റ ദ്വീപിലെത്തി. ഈ കാണുന്ന ചെറിയ ടോയ് ട്രെയിനിലാണ് എലിഫൻ്റ ദ്വീപിൻ്റെ മുൻവശത്തെത്താൻ. എലിഫൻ്റ ദ്വീപിൻ്റെ എൻട്രൻസ്. എലിഫൻ്റ കേവ്സ് എല്ലാ തിങ്കളാഴ്ചയും അവധിയായിരിക്കും. അഗ്രഹാരപുരി എന്നായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ പേര്. ഇത് പിന്നീട് ഹരാപുരിയായി. പോർച്ചുഗീസുകാരാണ് ഇതിന് എലിഫൻ്റ കേവ്സ് എന്ന പേര് നൽകിയത്. ശബരിമലയുടേതുപോലെ ഇവിടെയും ഡോളി സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു. 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ ഭരണം നടത്തിയിരുന്ന സിൽഹാര വംശജരുടെ കാലത്താണ് ഇതിലെ ശില്പങ്ങളിൽ അധികവും പണി കഴിപ്പിച്ചിട്ടുള്ളത്. 60,000 ചതുരശ്ര അടിയോളം ഈ ക്ഷേത്ര സമുച്ചയത്തിന് വിസ്തീർണമുണ്ട്. ഒരു പ്രധാന അറയും 2 വശങ്ങളിലെ അറകളും അങ്കണങ്ങളും ചെറിയ അമ്പലങ്ങളും അടങ്ങിയതാണ് സമുച്ചയം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ വഴിയുടെ 2 വശത്തും നിരവധി കരകൗശല സാധനങ്ങൾ വിൽക്കുന്നുണ്ട്.
നടന്ന് നടന്ന് ഒടുവിൽ ഞങ്ങൾ എലിഫൻ്റ കേവ്സിലെത്തി. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് എലിഫൻ്റ കേവ്സ് ഇപ്പോൾ പരിപാലിക്കുന്നത്. ഇതാണ് എലിഫൻ്റ കേവ്സിൻ്റെ പ്രവേശന കവാടം. സിനിമയിൽ മാത്രം കണ്ടു പരിചയിച്ച ഏതോ ഗുഹയുടെയോ പാറയുടെയോ മുൻവശം പോലെ തോന്നുന്നുണ്ട് ഇത്. ഏകദേശം 39 മീറ്റർ നീളമാണ് ഈ ഗുഹയ്ക്ക്. നടരാജമൂർത്തി ഭാവത്തിൽ നിൽക്കുന്ന ശിവനാണിത്. നടരാജൻ, യോഗീശ്വരൻ, അന്ധകാരസുതൻ, അർദ്ധനാരീശ്വരൻ, കല്യാണസുന്ദരമൂർത്തി, ഗംഗാധരമൂർത്തി, രാവണാനുഗ്രഹമൂർത്തി എന്നിവയുടെ പ്രതിനിധാനങ്ങളും അവയുടെ രൂപങ്ങൾ, അളവുകൾ, പ്രമേയങ്ങൾ, ഉള്ളടക്കം, വിന്യാസം, നിർവഹണം എന്നിവയാലും ശ്രദ്ധേയമാണ് ഈ ഗുഹാശില്പങ്ങൾ. ഇതാണ് എലിഫൻ്റ ഗുഹയിലെ മാസ്റ്റർ പീസ്. ശിവൻ്റെ 3 ഭാവങ്ങളെ പ്രതിനിധീകരിക്കുന്ന അത്ഭുത ശില്പം. സൃഷ്ടാവ്, സംരക്ഷകൻ, സംഹാരമൂർത്തി എന്നിങ്ങനെ ശിവൻ്റെ 3 ഭാവങ്ങളെ ഈ ശില്പം പ്രതിനിധീകരിക്കുന്നു. ഇടതുവശത്ത് കാണുന്നത് അഘോര അഥവാ ഭൈരവൻ, മധ്യഭാഗത്ത് കാണുന്നത് തത്പുരുഷൻ അഥവാ മഹാദേവൻ, വലതുവശത്ത് കാണുന്നത് വാമദേവൻ അഥവാ ഉമ. വളരെ മികച്ച ഒരു യാത്രാനുഭവമായിരുന്നു എലിഫൻ്റ കേവ്സ് സമ്മാനിച്ചത്. ഞങ്ങൾ എലിഫൻ്റ കേവ്സിൽ നിന്നും യാത്ര തിരിച്ചു. 3 ദിവസത്തെ മുംബൈ യാത്ര ഒരുപാട് നല്ല അനുഭവങ്ങളാണ് നൽകിയത്. യാത്ര എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് നമ്മളെ തന്നെ അറിയാൻ സാധിക്കുന്നത് യാത്രയിലൂടെ മാത്രമാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൺഫ്യൂഷ്യസിൻ്റെ പ്രശസ്തമായ ഈ വാക്കുകളാണ്. യാത്ര എത്ര മെല്ലെയായിരുന്നാലും സാരമില്ല, നിർത്താതെ തുടരുക.